ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ചെമ്പരത്തി പൂ കൊണ്ടുള്ളൊരു ജ്യൂസ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കട്ട ചെമ്പരത്തിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെമ്പരത്തി പൂവാണിത്. ഇനി ഇതൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം വല്ല പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയ ശേഷം ഒരു ചായപാത്രം എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ 2 പൂക്കളൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് വെള്ളം കേട്ടോ. ഇതേപോലത്തെ കപ്പിന് 2 ഗ്ലാസ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും ചെമ്പരത്തിപ്പൂവൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിക്നെസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിന് ഒരു പ്രശ്നവുമില്ല. സാധാ നമ്മൾ ജ്യൂസ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്കിത് കിട്ടും. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പൂവിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നിത് അരിച്ചെടുക്കാം ഈ വെള്ളം. കാരണം ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു തിക്നെസ് ഒന്നുമില്ല ഈ വെള്ളത്തിന് കേട്ടോ. ഒരു ഡാർക്ക് വയലറ്റ് കളറായിട്ടുള്ള വെള്ളം എനിക്ക് കിട്ടിയേക്കുന്നത്. ആ പൂവിൻ്റെ കളർ റെഡായിരുന്നു, പക്ഷേ ഈ വെള്ളം ആയപ്പോഴേക്കും ഇതൊരു ഡാർക്ക് വയലറ്റ് കളറായി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ടേക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതൊഴിക്കാനുള്ള ഗ്ലാസ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്ര ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാനിത് മുഴുവൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോ, ഇതിൻ്റെ കളറ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം എൻ്റെ അടിയിലെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ കളറ് മാറിയിട്ട് ഒരു റെഡ് കളറാവും. നമ്മുടെ ശരിക്കും ഒരു വാട്ടർമെലൺ ജ്യൂസ് ഇല്ലേ, അതുപോലെയൊക്കെ ഉണ്ടാവും കണ്ടാൽ. പക്ഷേ ഇത് ചെമ്പരത്തി ജ്യൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളിയാണ്. കണ്ടോ, എന്ത് രസമല്ലേ കണ്ടാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.